ശ്രീ തുഷാർ ഗാന്ധി അത്തരത്തിലുള്ള ഒരു അഭിപ്രായ പ്രകടനം നടത്തണമെങ്കിൽ അത് ഈ കോൺഗ്രസിൻ്റെ ഏതെങ്കിലും യോഗത്തിൽ പോയി പറയണം എന്ന് പറയാൻ തുഷാർ ഗാന്ധി ഏത് വേഷം ധരിക്കണം, എന്ത് സംസാരിക്കണം, ഏത് വാഹനത്തിൽ യാത്ര ചെയ്യണം, എന്ത് കഴിക്കണം, ഏത് ഭാഷയിലായിരിക്കണം അദ്ദേഹം വർത്തമാനം പറയേണ്ടത് എന്നെല്ലാം BJP നേതാക്കൾ ശാഠ്യം പിടിക്കുന്നത് പോലെയാണ് പറയുന്നത്. അതൊരു കാരണവശാലും ഇന്ത്യ എന്ന ഈ ഒരു രാഷ്ട്രത്തിൽ, ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ, ഒരു നമ്മൾ സോവറിൻ സോഷ്യൽ സെക്കുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന ഭരണഘടന എഴുതപ്പെട്ടത് ഇനി അത് ആമുഖത്തിൽ ഇല്ല എങ്കിൽ പോലും ഈ ജനാധിപത്യ രാഷ്ട്രത്തിൽ അത് ഒരു കാരണവശാലും അനുവദനീയമായ കാര്യമല്ല. ഈ പറഞ്ഞ പരിപാടി BJPയുടെ പരിപാടിയായിരുന്നു രാജേഷേ. ഗോവിന്ദനാഥൻ നായർ സാറിൻ്റെ ആ ഒരു ചടങ്ങ്, അദ്ദേഹത്തിൻ്റെ ഓർമ്മ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട്, അത്തരത്തിലുള്ളൊരു പ്രതിമ അനാച്ഛാദനവുമായി ബന്ധപ്പെട്ട് ഒക്കെ ഉള്ളത് ഇതേ മനുഷ്യൻ തന്നെയല്ലേ, ഈ തുഷാർ ഗാന്ധി തന്നെയല്ലേ ശിവഗിരിയിലേക്ക്, മഹത്തായ ശിവഗിരിയിലേക്ക്, വർക്കലയിലേക്ക് അവിടെ ക്ഷണിക്കപ്പെട്ടതും അവിടെ വന്നതും. അതിനിടയിൽ ഇത്തരം ഒരു കാര്യത്തെ സംബന്ധിച്ച് ഈ യോഗം അവിടെ നടന്നത് BJPയോ RSSോ സംഘടിപ്പിച്ചാണോ? അല്ലല്ലോ. ഒരു പൊതുവേദിയിൽ അത്തരത്തിൽ ഒരാൾക്ക്, ഒരു പൊതുപ്രവർത്തകൻ, ഒരു ഇന്ത്യൻ പൗരന് തൻ്റെ അഭിപ്രായം പറയുന്നതിന് എന്താണ് വിലക്ക്? അപ്പം നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ, നിങ്ങൾ എഴുതിയാൽ എന്ത് സംഭവിക്കുമെന്നുള്ളതാണ് നരേന്ദ്ര ദബോൽക്കർക്ക് സംഭവിച്ചത് ആഗസ്റ്റ് 20, 2013. എന്ത് സംഭവിക്കുമെന്നുള്ളതിന് നിങ്ങളുടെ ചങ്ങാതിമാർ കാട്ടിയതാണ് ഫെബ്രുവരി 16, 2015 ഗോവിന്ദ പൻസാരയ്ക്ക് സംഭവിച്ചത്. എന്താണ് സംഭവിക്കുക വനിതയായാൽ പോലും എന്നതാണ് സെപ്റ്റംബർ 5, 2017 ഗൗരി ലങ്കേഷിന് സംഭവിച്ചത്. തീരുന്നില്ല. കർണാടകത്തിലെ BJPയുടെ സമുന്നതനായ ഒരു നേതാവുണ്ട്, പേര് KS ഈശ്വരപ്പ എന്നാണ്. രാജേഷിൻ്റെ ചങ്ങാതി കൂടിയായിരിക്കും KS ഈശ്വരപ്പ. അദ്ദേഹം BJPയുടെ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ വിവാദമായൊരു പ്രസ്താവനയുണ്ട്. തങ്ങൾക്കെതിരായിട്ട് അത്തരത്തിൽ നിലപാടെടുക്കുന്ന, പ്രസംഗിക്കുന്ന ആളുകളെ വെടിവെച്ച് കൊല്ലുന്നതിനുള്ള നിയമം കൊണ്ടുവരണം എന്ന അത്തരത്തിൽ ഇതാ NDTV അക്കാര്യത്തെ സംബന്ധിച്ച് സംപ്രേഷണം ചെയ്തതിൻ്റെ പടമാണ് ഞാൻ ഈ കാണിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള നേതാക്കളിൽ നിന്നാണ് ഇവർ പഠിക്കുന്നത്. പഠിച്ചതേ പാടുകയുള്ളൂ. ശ്രീനാരായണ ഗുരു ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണ് എന്ന് എഴുതി വച്ചിട്ടുള്ള അരുവിപ്പുറത്ത്, ആ അരുവിപ്പുറത്ത് എവിടെ, നെയ്യാറ്റിൻകരയിൽ അദ്ദേഹത്തെ നിങ്ങൾ ഇന്ന് എന്ത് ചെയ്യില്ലായിരുന്നു? എന്ത് ചെയ്യില്ലായിരുന്നു? ഇന്ന് ചിന്താവിഷ്ടയായ സീത എഴുതിയ മഹാകവി കുമാരനാശാനെ നിങ്ങൾ എന്ത് ചെയ്യില്ലായിരുന്നു? മഹാത്മാ അയ്യങ്കാളിയെ നിങ്ങൾ എന്ത് ചെയ്യില്ലായിരുന്നു? ഞാനിത് മാത്രമേ ചോദിക്കുന്നുള്ളൂ. ഗാന്ധിജിയുടെ വധം എന്നുള്ളത് ആസൂത്രിതമാണ്, പലതവണ റിഹേഴ്സൽ നടത്തിയതാണ്. അത് കൊലപാതകമാണ്. ആ കൊലപാതകത്തിന് യാതൊരു ന്യായീകരണവുമില്ല. ആ ഗാന്ധിവധവുമായി ബന്ധപ്പെട്ട രേഖകൾ അപ്രത്യക്ഷമാവുക എന്നുള്ളത് മാത്രമല്ല, ഇന്ത്യയിലെ എല്ലായിടത്തും ഇത്തരത്തിൽ. അപ്പോൾ ചോദിക്കുമ്പോൾ പറയുന്നത് നമ്മൾ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജയിച്ചല്ലോ എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പിൽ പലരും ജയിക്കും, പലരും തോക്കും, ഇതൊക്കെ സംഭവിക്കും. അടൽ ബിഹാരി വാജ്പേയി തെരഞ്ഞെടുപ്പിൽ തോറ്റിട്ടുണ്ട്, ശ്രീമതി ഇന്ദിരാഗാന്ധി തെരഞ്ഞെടുപ്പിൽ തോറ്റിട്ടുണ്ട്, ഞാനടക്കം തെരഞ്ഞെടുപ്പിൽ തോറ്റിട്ടുണ്ട്, ഈ വലിയ നേതാക്കൾ മുതൽ ഈ എളിയ ഞങ്ങൾ വരെ തോറ്റിട്ടുണ്ട്. രാജേഷ്, ഇതെല്ലാം തെരഞ്ഞെടുപ്പ് ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാണ്. പാർലമെൻറ്റിൽ എത്ര സീറ്റുണ്ട്, എത്ര MLA മാരുണ്ട്, എത്ര പഞ്ചായത്ത് അംഗങ്ങളുണ്ട് എന്നുള്ളതല്ല. ഇവിടെ ഒരു കാര്യം, ഒരാൾ മാത്രമാണ് സത്യം വിളിച്ചു പറയുന്നത് എങ്കിലും, അത് ബ്രൂണോ ആയാലും ഗലീലിയോ ആയാലും, ആ സത്യം വിളിച്ചു പറയുന്ന കുട്ടി, ആ പറയുന്ന സത്യം ആര് പറഞ്ഞിരുന്നാലും അതിന് വിലയുണ്ട്. വായടക്കലല്ല, വിരൽ വെട്ടലല്ല, നാക്ക് പിഴുതെടുക്കലല്ല, ഇത്തരത്തിൽ വിദ്വേഷത്തിൻ്റെ, വെറുപ്പിൻ്റെ രാഷ്ട്രീയമല്ല പ്രചരിപ്പിക്കേണ്ടത്.